ഒരു ബാഡ്മിന്റൺ റാക്കറ്റ് എടുക്കുമ്പോൾ പലരും ശ്രദ്ധിക്കാത്ത ഒരു മെഷർമെന്റ് ഉണ്ട്. റാക്കറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ പലരും അത് അറിയത്ത് പോലും ഇല്ല. ഇതിന്റെ ഒരു ഗ്രിപ്പ് സൈസ് റാക്കറ്റ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. G2, G3, G4, G5 എന്നുള്ളത്. G5 എന്ന് പറയുമ്പോൾ ഒരു 3.25 ഇഞ്ചസ് ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. ഞാൻ ഇതിന്റെ മെഷർമെന്റ് കാണിച്ചു തരാം. ഇതിന്റെ ഗ്രിപ്പ് ഹാൻഡിലിൽ നമ്മൾ വിഡ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ 3.25 ഇഞ്ച് ആണ് ഇതിന്റെ വിഡ്ത്ത് വരുന്നത്. ഇത് യോണക്സിന്റെ റാക്കറ്റ് ആണ്. 3.25 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇതൊരു G5 സൈസ് ആണ് ഇതിന്റെ ഗ്രിപ്പ് സൈസ്. അതുപോലെ G4 ഉണ്ട്. G4 എന്ന് പറയുമ്പോൾ 3.5 ഇഞ്ച് വരെ വരും. പിന്നെ 3.75 ഉണ്ട്, 4 ഇഞ്ച് ഉണ്ട്. ഐഡിയലി ഒരു G5, G4 ഗ്രിപ്പ് സൈസ് ആണ് യൂഷ്വലി വരുന്നത്. ഒത്തിരി ലോങ് ഹാൻഡ്സ് ഉള്ളവർക്ക് വലിയ ഗ്രിപ്പ് സൈസ് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ കൈയാണ്, ഫിംഗേഴ്സ് ലോങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഒരു ഗ്രിപ്പ് സൈസ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ ഇരിക്കുന്ന റാക്കറ്റ് ഒരു ചെറിയ ഗ്രിപ്പ് സൈസ് ആണ്. നിങ്ങൾക്ക് അതിന്റെ തിക്നെസ് കൂട്ടണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഗ്രിപ്പ് നിങ്ങൾക്ക് റാപ്പ് ചെയ്ത് ഇതിന്റെ തിക്നെസ് കൂട്ടാവുന്നതാണ്. വേറെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റാക്കറ്റ്സ് എസ്പെഷ്യലി ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫിംഗേഴ്സ് ഓവർലാപ്പ് ചെയ്യാത്ത രീതിയിൽ വേണം റാക്കറ്റ്സ് ഹോൾഡ് ചെയ്യാനായിട്ട്. കറക്റ്റ് ഒരു ഫിംഗർ ഗ്രിപ്പ് ചെയ്യുന്ന രീതിയിൽ വേണം റാക്കറ്റ്സ് ഹോൾഡ് ചെയ്യാൻ. അപ്പൊ നെക്സ്റ്റ് ടൈം റാക്കറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ റാക്കറ്റിൽ ഒരു G5 എന്നുള്ള മെഷർമെന്റ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ തിക്നെസ്, അതിന്റെ ഹാൻഡിലിന്റെ തിക്നെസ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്.